800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണെങ്കിൽ അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം കിട്ടുന്നത് വരെ. ജനഗണമന എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗാണ്. പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ എമ്പുരാൻ പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്: രാഷ്ട്രത്തെ അപമാനിക്കുന്ന തരത്തിലാണോ നിങ്ങൾ ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്ന്? സുഡാപ്പികളെ സുഖിപ്പിക്കാനാണോ നിങ്ങൾ ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്ന്? സംഘികളും അല്ലെങ്കിൽ സംഘപരിവാർ ഗ്രൂപ്പുകളും കമ്മികളും കൂട്ടത്തല്ല് നടത്തുകയാണ് എമ്പുരാൻ്റെ പേര് പറഞ്ഞു. പലരും ടിക്കറ്റ് റദ്ദാക്കുകയാണ്. അതായത് ആസ്വാദനം ഒരുപാട് നാളുകളായി ജനങ്ങൾ കാത്തിരുന്ന സിനിമയാണ് എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ കഥയാണെങ്കിൽ എബ്രഹാം ഖുറേഷി ആരാണ് എന്നറിയാനാണ് എമ്പുരാൻ ആളുകൾ കാത്തിരുന്നത്. ആ ഹൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾ പ്രതീക്ഷിച്ചു പോയ കാര്യങ്ങൾ എമ്പുരാനിൽ നിന്ന് കിട്ടിയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങളാണ് എമ്പുരാൻമേൽ ഉയർന്നു വരുന്നത്. അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഗുജറാത്ത് കലാപം മാത്രമേ നിങ്ങളുടെ മുന്നിൽ വന്നുള്ളൂ, അടിയന്തരാവസ്ഥ മുതലുള്ള കാര്യങ്ങളൊന്നും പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് വാര്യം കുന്ന് എടുക്കാൻ സമ്മതിക്കാത്തതിന് സംഘപരിവാറിന് പൃഥ്വിരാജ് കൊടുത്ത ഡെഡിക്കേഷനാണോ എമ്പുരാൻ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിപ്പെട്ടു. ഇത്രയും തൻ്റെടവും ധൈര്യവും ഇങ്ങനെ ഉണ്ടായല്ലോ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ്. അത് വലിയ രീതിയിൽ ചർച്ചയായി. ഇപ്പോൾ പലരും ഇത് ചർച്ചയാക്കി നടക്കുന്നുണ്ട്. അതായത് പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ഭാർഗവറാം എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: കലയെ കലയായി കാണണം എന്നതാണ് പുതിയ വായ്ത്താരി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കല കലയ്ക്ക് വേണ്ടിയല്ലാതെ കല രാഷ്ട്രീയത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇതര പക്ഷത്തുള്ള രാഷ്ട്രീയക്കാരൻ കലയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അമിത്ഷാജിയെയും മോദിജിയെയും അധിക്ഷേപിക്കുമ്പോൾ കൈയടിക്കട എന്ന് പറയുന്നത് പോലെയാകും. അതിൽ വീഴ്ച പറ്റുമ്പോഴാണ് മുഖം രക്ഷിക്കാൻ കലയെ കലയായി കണ്ടുകൂടെ എന്നൊക്കെയുള്ള വഴക്കമുള്ള മൊഴിമുത്തുകൾ പറയേണ്ടി വരുന്നത്. അതൊട്ടുമേ സ്വീകാര്യമല്ല തന്നെ. ആരിൽ നിന്ന് വന്നാലും കലയ്ക്ക് വേണ്ടി നിങ്ങൾ കലാസൃഷ്ടിയുമായി വന്നാൽ ഞങ്ങളതിനെ കലയായി തന്നെ കാണും. അതല്ല രാഷ്ട്രീയം പറയാൻ നിങ്ങൾ കലയെ മറപിടിക്കുമ്പോൾ അതിലെ കലയെക്കാളും രാഷ്ട്രീയത്തെ തന്നെയാണ് കാണുക. അതുകൊണ്ട് കലയെ കലയായി കണ്ട് കൂടെ എന്ന അതിബുദ്ധിപ്രയോഗം വേണ്ട. ഇത് ഒരു സംഘപരിവാർ അനുകൂല ഗ്രൂപ്പിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഭാർഗവറാം എന്ന് പറയുന്ന ആൾ എഴുതിയ പോസ്റ്റാണ്. ഇനി ഈ കമ്മി ഗ്രൂപ്പുകളിലെ സഖാവായ ഒരാൾ എഴുതിയത് ഷാഹിന കെ എന്ന് പറയുന്ന ഒരു സഖാത്തിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വിമർശകയായ ഷാഹിന കെയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം എന്ന് കരുതിയതാണ്. പൊതുവെ വലിയ ഹൈപ്പോടെ വരുന്ന സിനിമകൾ ആദ്യവാരം തന്നെ കാണുക പതിവില്ല. ഫാൻസിന്റെ ബഹളം പേടിച്ചാണ്. പക്ഷേ സംഘികൾ കുണ്ടിക്ക് വെടികൊണ്ടതുപോലെ തലങ്ങും വിലങ്ങും പായുന്നത് കണ്ടപ്പോൾ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഗുജറാത്ത് കലാപം സൃഷ്ടിച്ച രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ബിനീഷ് കോടിയേരും VT ബൽറാമും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. 2022 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട്. സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകളിൽ പലർക്കും ഇത് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലരും ടിക്കറ്റ് റദ്ദാക്കിയൊക്കെ രംഗത്തെത്തുന്നു. ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ സംഘപരിവാറിനെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെയോ ഒക്കെ നിങ്ങൾ മറ നീക്കി പുറത്തു കൊണ്ടുവരണം, അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്യണം. പക്ഷേ ഒരു രാഷ്ട്രീയത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം അപമാനിച്ചുകൊണ്ട് സിനിമ എടുക്കുക എന്നുള്ള അജണ്ട അതെന്തിനാണ് വച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളിപ്പോൾ ഏത് രാജ്യത്തും എവിടെ ഇരുന്നും സിനിമ കാണുമ്പോൾ ആ സംസ്ഥാനത്തെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ കാര്യങ്ങളാണ് സിനിമ പറയുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് ഹൈപ്പാണ് ഈ എമ്പുരാനിൽ ഉണ്ടാക്കിയത്. പൊതുവേ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല.
ഈ ഹൈപ്പായി വരുന്ന സിനിമകൾ പൊതുവെ കാണാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ട് അതിൻ്റെ കഥകൾ കേട്ട് ഒരുപാട് റിവ്യൂസ് കേട്ട് ഒരുപാട് നിരീക്ഷകർ പറയുന്നത് കേട്ട് സിനിമയെ അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ കാണുന്ന പലരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെ സിനിമയായി കാണൂ എന്ന് പറയുന്നവർ പോലും പറയുന്നത് എന്തിനാണ് ഗുജറാത്ത് കലാപമൊക്കെ പ്രമേയമാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ അതൊക്കെ പറഞ്ഞ് 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 പാഴായിപ്പോയ കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഗുജറാത്ത് കലാപത്തിന് ശേഷം 13 വർഷമാണ് നരേന്ദ്രമോദി ഗുജറാത്തിന് മുഖ്യമന്ത്രിയായിരുന്നത്. ഗുജറാത്ത് കലാപത്തിന് ശേഷം കോടതി ക്ലീൻ ഷീറ്റ് നൽകിയ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അയോധ്യ രാമക്ഷേത്രം, ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് അയോധ്യ രാമക്ഷേത്രമാണ്. അപ്പോൾ അയോധ്യ രാമക്ഷേത്രം മുതൽ ഇങ്ങ് വരെയുള്ള എല്ലാ വികസനത്തിലും BJP വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ആ രാഷ്ട്രീയത്തോടുള്ള ചിലരുടെ എന്താ പറയുക, ഞാനത് പൃഥ്വിരാജിനെയാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അത് മുരളി ഗോപിയാണെന്ന് പറയുന്നില്ല. പക്ഷെ മോഹൻലാലിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രമേയം തയ്യാറാക്കണമായിരുന്നു. കാരണം മോഹൻലാൽ ഒരു BJP കാരനെന്നല്ല പറയുന്നത്. അദ്ദേഹം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFI കാരനെന്നാണ് ഇപ്പോൾ പലരും, അദ്ദേഹത്തിന് സിനിമാ ഫീൽഡിലുള്ള പലരും പുറത്ത് പറയുന്നത്. SFIയോ KSCO MSFോ ABVPയോ എന്തോ ആവട്ടെ, അതൊന്നും അല്ല സിനിമയുടെ വിഷയം. ഒരു സിനിമ ടിക്കറ്റ് എടുത്ത ഒരാൾ കാണുന്നത് എന്തിനാണ്? 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആണ് ആ സിനിമ. ആ സിനിമയിൽ നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യം സിനിമയിലൂടെ കുത്തി നിറച്ച് ഒരു സമൂഹത്തെ 2 തട്ടിലാക്കുന്നത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പലർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇത് സിനിമ കാണുന്നതിൽ എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള നിരവധി പേരുണ്ടാകും. ഇപ്പോൾ ഒരു കറുത്ത മാസ്കിൻ്റെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ അപമാനിക്കുക, കറുത്ത മാസ്കിൻ്റെ പേരിൽ പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് കേരളത്തെ പറയാൻ, അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ആ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ പിണറായി വിജയന് കറുത്ത മാസ്ക് കാണുമ്പോൾ, കറുത്ത തുണി കാണുമ്പോൾ, കറുത്ത കുട കാണുമ്പോഴൊക്കെ ഹാലിളകിയ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം പിണറായിക്കെതിരെ അല്ലെങ്കിൽ പിണറായിയുടെ ഭരണത്തെയൊക്കെ ഇത്തരത്തിൽ നോക്കിക്കാണുന്നവർ പ്രതിഷേധിക്കുന്നതാണ്. ഈ കറുത്ത വസ്ത്രം എന്നുള്ളത് പിണറായിയുടെ തെറ്റിദ്ധാരണ മൂലമാണ് അന്ന് അത്തരം സംഭവങ്ങളുണ്ടായി. അത് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ അപമാനിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത്. ആ ഗുജറാത്ത് കലാപത്തെ രാഷ്ട്രം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ തിരിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇതിൽ പൃഥ്വിരാജിൻ്റെ സംവിധാനം വലിയ ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നവരുണ്ട്, കൊറിയോഗ്രാഫി വലിയ ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, മ്യൂസിക്, ദീപക് ദേവിൻ്റെ മ്യൂസിക്, ഓരോ അഭിനേതാക്കളുടെയും, മഞ്ജു വാര്യറൊക്കെ വല്ലാത്ത പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. ഒരു നോട്ടം പോലും വല്ലാത്ത തീഷ്ണതയുള്ള നോട്ടമാണ്, വലിയ പെർഫോമൻസ്, അംഗീകാരം നേടുന്ന പെർഫോമൻസുകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സിനിമ നമുക്ക് സിനിമയുടേതായ രീതിയിൽ തന്നെ കാണാം. അതൊരു സിനിമയാണ്, അത് കഥ പറയുന്നു, അത് പറഞ്ഞു വെച്ചിട്ട് പോകുന്നു. ലൂസിഫർ വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് ചർച്ചയായില്ല? ലൂസിഫറിൽ കൃത്യമായി സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രാഷ്ട്രീയം നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ആ സിനിമ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയില്ല? എന്തുകൊണ്ട് ആ സിനിമ, അത് സിനിമയെ സിനിമയായി തന്നെ പൃഥ്വിരാജും മുരളി ഗോപിയും മോഹൻലാലും അടങ്ങുന്ന ടീം അതിനെ സമീപിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എമ്പുരാനെ നിങ്ങൾ അങ്ങനെയല്ല. എമ്പുരാൻ ഇപ്പോൾ പലരും പറയുന്നത്, കണ്ടിട്ട് വന്ന പലരും പറയുന്നത് L3യുടെ ഒരു ട്രെയിലറാണ് എമ്പുരാൻ എന്നുള്ളത്. കാരണം ആ ട്രെയിലറിൽ കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആളുകൾ കാണാൻ പോകുമ്പോൾ എബ്രഹാം ഖുറേഷി ആരാണ് എന്ന് നിങ്ങൾ ഇതിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ പറയാതെ വയ്ക്കുന്നു. പലരുടെയും എന്താ പറയുക, ആരോപണം അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ 5 or 6 സീനുകളിൽ മാത്രമേ മോഹൻലാലുള്ളൂ, അല്ലെങ്കിൽ 10-ലധികം സീനുകളിൽ മാത്രമേ മോഹൻലാലുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ആ സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ചക്രവർത്തിയെ, സകലകലാ വല്ലഭനെ കാണാനാണ് ഈ ആളുകൾ എമ്പുരാൻ എന്ന സിനിമയിലേക്ക് കയറുന്നത്. ഇപ്പോൾ മോഹൻലാലിനെ കൊണ്ട് നടന്ന് ലോകം മുഴുവൻ ഇതിൻ്റെ പ്രൊമോഷൻ നടത്തി. പലപ്പോഴും ആളുകൾക്ക് തോന്നിപ്പോകും ഇങ്ങേർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് പലപ്പോഴും തോന്നിപ്പോകുമെന്ന് പലരുടെയും കമൻറ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും മോഹൻലാൽ ഇത്രയും വലിയ
എന്താ പറയുക പ്രൊമോഷന് പോയിട്ടില്ല. എന്നിട്ടും ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് പ്രൊമോഷൻ നടത്തിച്ചു. സത്യത്തിൽ ഈ സ്ക്രിപ്റ്റ് കൃത്യമായി മോഹൻലാൽ വായിച്ചിട്ട് തന്നെയാണോ എമ്പുരാന് ഡേറ്റ് കൊടുത്തതെന്നും എമ്പുരാന് വേണ്ടി സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളെ തമ്മിത്തല്ലിക്കാൻ ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന സിനിമയായി മാത്രമേ എമ്പുരാനെ പ്രേക്ഷകർ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ടിക്കറ്റ് റദ്ദാക്കിയത്. എല്ലാവരും ഒരു സിനിമയെ അംഗീകരിക്കണമെന്നില്ല, പക്ഷേ ഒരു 100 പേരെടുക്കുമ്പോൾ ഒരു 80% പേരെങ്കിലും അത് അംഗീകരിക്കുമ്പോഴേ അത് സിനിമയാകുമെന്ന് പൃഥ്വിരാജ് മനസ്സിലാക്കുക. ഒരു വിഭാഗത്തെ മാത്രം നിങ്ങളിങ്ങനെ കുത്തി നോവിക്കുമ്പോൾ ആ നോവേൽക്കുന്നത് നിങ്ങൾക്ക് കൂടിയാണ് എന്നുള്ളത്, നിങ്ങളോടൊപ്പം ജോലി ചെയ്തവർക്ക് കൂടിയാണ് എന്ന്